എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അമീബിക് മെനിംഗോ എൻസെഫലൈറ്റിസ് എന്ന അപൂർവം മസ്തിഷ്കത്തിനെയും സുഷുമ്നാ നാഡിയുടെ ആവരണത്തിനെയും ബാധിക്കുന്ന ജീവൻ ഭീഷണിയായ അണുബാധയെക്കുറിച്ചാണ്. എന്താണ് അമീബിക് മെനിംഗോ എൻസെഫലൈറ്റിസ്? ഇത് നെയ്ഗ്ലേരിയ ഫൗലേരി എന്ന പരാന്നഭോജി മൂലമുണ്ടാകുന്ന അപൂർവം മാരകവുമായ രോഗമാണ്. തടാകങ്ങൾ, നദികൾ, മോശമായി പരിപാലിക്കപ്പെടുന്ന നീന്തൽക്കുളങ്ങൾ തുടങ്ങിയ ഉഷ്ണശുദ്ധജല സ്രോതസ്സുകളിലാണ് ഈ അമീബ സാധാരണയായി കാണപ്പെടുന്നത്. രോഗലക്ഷണങ്ങൾ: മലിനമായ വെള്ളവുമായി സമ്പർക്കം പുലർത്തി 1 കുറയ്ക്കുക 9 ദിവസത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടാം. അവ കഠിനമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തിലെ കാഠിന്യം, കഠിനമായ അവസ്ഥകളിൽ കോമ, മെമ്മറി നഷ്ടം എന്നിവയും ഉണ്ടാകാം. നീന്തുമ്പോഴോ മലിനമായ വെള്ളത്തിൽ മുങ്ങുമ്പോഴോ മൂക്കിലൂടെ പരാന്നഭോജി ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് പിന്നീട് തലച്ചോറിലേക്കും സുഷുമ്നാ നാഡിയിലേക്കും സഞ്ചരിക്കുകയും ടിഷ്യൂനാശത്തിനും കാരണമാകുന്നു. നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും അതിജീവനത്തിനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിന് നിർണായകമാണ്. രോഗനിർണയത്തിൽ സാധാരണയായി പരിശോധനയ്ക്കായി ദ്രാവകം ശേഖരിക്കുന്നതിനുള്ള ഒരു സ്പൈനൽ ടാപ്പ് ഉൾപ്പെടുന്നു. ചികിത്സയിൽ പരാന്നഭോജിയെ കൊല്ലാനുള്ള മരുന്നുകളും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള സഹായ നടപടികളും ഉൾപ്പെടുന്നു. മലിനമായേക്കാവുന്ന ശുദ്ധജല സ്രോതസ്സുകളിൽ നീന്തുകയോ മുങ്ങുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇത് തടയാനുള്ള ഏറ്റവും നല്ല മാർഗം. നിങ്ങൾ അത്തരം സ്ഥലങ്ങളിൽ നീന്താൻ പോകുകയാണെങ്കിൽ നിങ്ങളുടെ തല വെള്ളത്തിനടിയിൽ മുങ്ങുന്നത് ഒഴിവാക്കുക.